ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അമ്മ പറഞ്ഞ കഥയും കാര്യവും. പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുക. ഒരു കുതിരപ്പന്തയക്കാരനുണ്ടായിരുന്നു. കുതിരപ്പന്തയത്തോടുള്ള ഭ്രമം കൊണ്ട് അയാളുടെ ബിസിനസ് എല്ലാം നഷ്ടമായി. അയാൾ ഭാര്യയോട് പറഞ്ഞു, എൻ്റെ ബിസിനസ് എല്ലാം നഷ്ടമായി, ഇനി നമ്മൾ എന്തു ചെയ്യും? ഭാര്യ സമാധാനിപ്പിച്ചു, ഇനി അങ്ങ് കുതിരപ്പന്തയത്തിന് പോകേണ്ട, ഉള്ള പണം കൊണ്ട് നമുക്ക് ജീവിക്കാം. ഓ ശരി, നീ കൂടി ഒരു കാര്യം ചെയ്യണം, ഭർത്താവ് പറഞ്ഞു. ഇനി നീ ആഡംബര വസ്ത്രങ്ങൾ വാങ്ങുന്നത് ഉപേക്ഷിക്കണം. അതിനുള്ള പണം ഇനി നമുക്കില്ല. ശരി, ഭാര്യ സമ്മതിച്ചു. നമ്മൾ കാർ ഓടിക്കാൻ ഒരു ഡ്രൈവറെ വെച്ചിട്ടില്ലേ? ഈ പണമില്ലാത്ത സമയത്ത് ഡ്രൈവർക്ക് എവിടെ നിന്ന് ശമ്പളം കൊടുക്കാനാണ്? അങ്ങേക്ക് ഡ്രൈവിംഗ് അറിയാമല്ലോ, പിന്നെ എന്തിനാണ് ഒരു ഡ്രൈവർ? ഭാര്യ ചോദിച്ചു. ശരിയാണ്, ഇനി ഡ്രൈവർ വേണ്ട, വണ്ടി അത്യാവശ്യത്തിന് ഞാൻ തന്നെ ഓടിച്ചു കൊള്ളാം എന്ന് ഭർത്താവും സമ്മതിച്ചു. ഈ കാശില്ലാത്ത സമയത്ത് നമുക്കൊരു അടുക്കളക്കാരിയെയും വേണ്ട, നിനക്ക് വേണ്ട സഹായം ഞാൻ ചെയ്തു തരാം. ഭാര്യ സന്തോഷപൂർവ്വം സമ്മതിച്ചു. അങ്ങനെ അവർ ജീവിത ഭാരങ്ങൾ പരസ്പരം കൈമാറി. അനാവശ്യ ചെലവുകൾ കുറച്ച് അവർക്കു നേരിട്ട നഷ്ടം നികത്തി. അതുമൂലം ജീവിതത്തിൽ വിജയം നേടാൻ അവർക്ക് കഴിഞ്ഞു. ഹരി ഓം നമഃ ശിവായ.